നമസ്കാരം. 2026 പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിനേക്കാൾ വ്യത്യസ്തമായി നേരിടുന്നു എന്നതാണ്. 2016 തെരഞ്ഞെടുപ്പ് വരെ BJP കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക കക്ഷിയെ ആയിരുന്നില്ല. PP മുകുന്ദനെയും KG മാരാരെയും O രാജഗോപാലിനെയും ഒക്കെ പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കൾ ഉണ്ടായിരുന്നിട്ടും 10 വർഷം മുമ്പ് വരെ BJP തെരഞ്ഞെടുപ്പിൽ നിർണായക കക്ഷിയായിരുന്നില്ല. 2016 സ്ഥിതിഗതികൾ മാറുന്നു. 2014 മോദി സർക്കാർ ഉണ്ടാക്കിയ തരംഗം കേരളത്തിലേക്കും വ്യാപിക്കുന്നു. അതിന് ചുവട് പിടിച്ച് BJPയേക്കാൾ വലിയ ഹിന്ദുത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ SNDPക്കാരുടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു. അങ്ങനെ പരമ്പരാഗത BJP വോട്ടിനൊപ്പം 2 വർഷത്തെ മോദി ഭരണം നൽകിയ മതിപ്പിൽ ഉണ്ടായ രാജ്യസ്നേഹികളുടെ വോട്ടും വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം കൊടുക്കുന്ന ഈഴവ സമൂഹത്തിൻ്റെ വോട്ടും ചേരുന്നതോടെ BJP വലിയ മുന്നേറ്റം കാഴ്ചവെക്കുകയാണ്. പക്ഷേ എന്നിട്ടും പിണറായി വിജയനാണ് അധികാരത്തിൽ വന്നത് മുൻപത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ. അതോടെ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയാവേശം തീർന്നു. പക്ഷേ BJPയുടെ വളർച്ചയെ തടയാൻ വെള്ളാപ്പള്ളിയുടെ പിന്മാറ്റത്തിന് കഴിഞ്ഞില്ല. BJP പടിപടിയായി കേരളത്തിൽ വളർന്നുകൊണ്ടിരുന്നു. 2016 ആവേശത്തിനൊരു നിയമസഭാ സീറ്റ് കിട്ടിയത് 2021 നഷ്ടപ്പെട്ടെങ്കിലും BJPയുടെ വോട്ട് ബാങ്ക് വർദ്ധിക്കുകയാണ് ചെയ്തത്. അതതിൻ്റെ പീക്കിലെത്തിയത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. തൃശ്ശൂർ ലോക്സഭാ സീറ്റ് കിട്ടിയെന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ബഹുദൂരം മുമ്പിലെത്തി. ആലപ്പുഴ പോലെയുള്ള പല മണ്ഡലങ്ങളിലും BJP വലിയ മുന്നേറ്റമാണ് നടത്തിയത്. ഇതിനുശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്നാൽ അതിനപ്പുറത്തേക്ക് BJPക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പ്രൊഫഷണലുകൾക്കും മെറിറ്റിനും പ്രാധാന്യം കൊടുക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. 2, ഗുഡ് ഗവേണൻസ് അടിസ്ഥാനമാക്കി തുടങ്ങിയ കിറ്റെക്സ് സാബുവിൻ്റെ 2020 NDA മുന്നണിയുടെ ഭാഗമാണ്. 3, മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിന് കൂടുതൽ അടുപ്പം BJPയോട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJP പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 25% വോട്ടാണ്. 25% വോട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിൽ വിജയമുറപ്പിക്കാം. BJP അടിവരയിട്ട് ഉറപ്പിക്കുന്നത് 4 സീറ്റുകളാണ്. തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ. ഈ 4 സീറ്റുകൾ വിജയിക്കുമെന്ന ആത്മവിശ്വാസം BJP പ്രവർത്തകർക്കെല്ലാം ഉണ്ട്. എന്നാൽ ഈ 4-ൽ മാത്രം ഒതുങ്ങുകയില്ല BJPയുടെ വിജയം എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. തിരുവനന്തപുരത്ത് തന്നെ വട്ടിയൂർക്കാവിൽ R ശ്രീലേഖയ്ക്കും കാട്ടാക്കടയിൽ PK കൃഷ്ണദാസിനും വിജയം ഉറപ്പാണെന്ന് അവർ പറയുന്നു. തിരുവല്ലയിൽ അനൂപ് ആന്റണി, തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ, കാസർഗോഡ് ML അശ്വിനി, പാലായിൽ ഷോൺ ജോർജ്, പൂഞ്ഞാറിൽ PC ജോർജ്, ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരൊക്കെ വിജയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് BJP. മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും BJP വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഒറ്റപ്പാലത്ത് മേജർ രവി, ഷൊർണൂറിൽ ശങ്കുറ്റി ദാസ്, നാട്ടികയിൽ CC മുകുന്ദൻ, ദേവികുളത്ത് രാജേന്ദ്രൻ, കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസ്, മലമ്പുഴയിൽ ശ്രീകൃഷ്ണകുമാർ, ഹരിപ്പാട് സന്ദീപ് വാചസ്പതി തുടങ്ങിയ മിക്കവരും വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുകയാണ്. ഈ അവകാശവാദത്തെ ഒറ്റയടിക്ക് എഴുതിത്തള്ളാൻ കഴിയത്തുമില്ല. വിജയിച്ചാലും ഇല്ലെങ്കിലും ഇവിടങ്ങളിലൊക്കെ വോട്ട് ബാങ്ക് ഉയർത്തുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. ആറന്മുളയിൽ 2 ഓർത്തഡോക്സ് സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുമ്പോൾ കുമ്മനം രാജശേഖരൻ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. കഴിഞ്ഞ തവണ PC ജോർജ് പൂഞ്ഞാറിൽ ഒറ്റയ്ക്ക് നേടിയ വോട്ടിനൊപ്പം BJPയുടെ വോട്ട് കൂടി നേടിയാൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. പൂഞ്ഞാറിലെ LDF സ്ഥാനാർത്ഥിയോടുള്ള മടുപ്പും UDF സ്ഥാനാർത്ഥിയുടെ ചില ബന്ധങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങളുമൊക്കെ PC ജോർജിന് അനുകൂലമായ സാഹചര്യം പതിയെ സൃഷ്ടിച്ചു വരുന്നു. പാലായിൽ നേരത്തെ തന്നെ പ്രവർത്തനം തുടങ്ങിയ ഷോൺ ജോർജ് മാണി കാപ്പനെയും ജോസ് കെ മാണിയും ഞെട്ടിച്ചുകൊണ്ട് മുന്നേറ്റം നടത്തുന്നു എന്നാണ് റിപ്പോർട്ട്. BJP മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും എന്തെങ്കിലും ഒരു മാനദണ്ഡമെടുക്കുകയും വോട്ട് ഉയർത്താനുള്ള പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടും പ്രസക്തമല്ലാത്ത മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സീറ്റിൻ്റെ കാര്യം മാത്രം നോക്കുക. അവിടെ വിജയസാധ്യതയൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പേര് പത്മശ്രീ എന്നാണ്. ഈ പത്മശ്രീക്ക് 37 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. മാസ് കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി ഉണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായും പണിയെടുക്കുന്നു. മഹിളാ മോർച്ചയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് അടക്കമുള്ള പദവികളിൽ ഇരുന്നിട്ടുണ്ട്.
ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മത്സരിച്ചിട്ടുണ്ട്. ഈ 2 മത്സരങ്ങളിലും 2000-3000 വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജയിച്ചാലും ഇല്ലെങ്കിലും കുറച്ച് വോട്ടെങ്കിലും വർദ്ധിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് BJP പലയിടത്തും ചെകഞ്ഞു പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇവിടെയാണ് മറ്റു മുന്നണികൾ ആശങ്കപ്പെടുന്നത്. ഒരു വശത്ത് കോൺഗ്രസ് പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെരുവ് യുദ്ധം. UDF കൺവീനർ തന്നെ തൻ്റെ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ പറയുക, അവിടുത്തെ സ്ഥാനാർത്ഥി തോറ്റാൽ താൻ ഉത്തരവാദിയല്ല എന്ന് പ്രഖ്യാപിക്കുക, KPCC പ്രസിഡന്റായിരുന്ന ഏറ്റവും മുതിർന്ന നേതാവ് സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ബഹളം വെച്ച് മാറിയിരിക്കുക, KSU പ്രസിഡന്റ് പ്രതിഷേധിക്കുക, ഇങ്ങനെ വലിയ കോലാഹലങ്ങൾ UDFിൽ നടക്കുമ്പോൾ LDFിലെ സ്ഥിതി അതിനേക്കാൾ കഷ്ടമാണ്. LDFിൽ ഇതിനു മുമ്പില്ലാത്ത വിധത്തിൽ അടിപിടി ശക്തമായിട്ടുണ്ട്. CPMൻ്റെയും CPIയുടെയും നേതാക്കന്മാർ UDFിലെയും BJPയുടെയും സ്ഥാനാർത്ഥികളാവുന്നു. നോക്കൂ, CC മുകുന്ദൻ സിറ്റിംഗ് MLA ആണ്, നാട്ടിൽ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. രാജേന്ദ്രൻ CPMൻ്റെ MLA 3 തവണ ദേവികുളത്ത് ജയിച്ചതാണ്, BJPയുടെ സ്ഥാനാർത്ഥിയാണ്. CPIയുടെ വൈക്കത്തെ MLA ആയിരുന്ന അജിത്ത് BJPയുടെ സ്ഥാനാർത്ഥിയാണ്. CPMൻ്റെ കോട്ടകളിൽ കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്ന 3 പേർ CPMൻ്റെ നേതാക്കളാണ്. ഒരിടത്ത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CPMകാരനാണ്. ഇത്തരത്തിൽ CPMനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നു, വലിയ ആഘാതമുണ്ടാവുന്നു. ഇപ്പോൾ തലശ്ശേരി ഷംസീറിനെ പോലൊരാളെ മാറ്റി നിർത്തിയത്, ശൈലജ ടീച്ചറിനെ സുരക്ഷിതമായി മട്ടന്നൂരിൽ നിന്നും തോൽവി ഉറപ്പായ പേരാവൂരിലേക്ക് മാറ്റിയത്, ഇത്തരം അതൃപ്തികളൊക്കെ അവിടെയുമുണ്ട്. ഈ സാഹചര്യത്തിൽ BJP വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് തീർച്ചയാണ്. LDFിനോടും UDFിനോടും അതൃപ്തിയുള്ളവർ BJPക്ക് അനുകൂലമായി മാറി BJPയുടെ സീറ്റ് പോലും വർദ്ധിച്ചേക്കും എന്ന് ആശങ്കപ്പെടുന്നവരിൽ CPMും കോൺഗ്രസുമുണ്ട്. കാരണം ആത്മവിശ്വാസത്തോടെ ആദ്യമായി BJP ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ 4 സീറ്റ് ഉറപ്പായും നേടുമെന്ന് BJP വിരുദ്ധ വൃത്തങ്ങൾ പോലും പറയുമ്പോൾ സീറ്റ് ഇനിയും വർദ്ധിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ BJPയുടെ അതിനിർണായകമായ ഇടപെടലിൻ്റെ ഭാഗമായിരിക്കും. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിയാണോ തോൽക്കുന്നത് ആ പാർട്ടി ശിഥിലീകരിക്കുകയും ആ പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് ഒഴുക്കുണ്ടാവുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ തന്നെ BJPയിലേക്കുള്ള ഒഴുക്ക് ആരംഭിച്ചിട്ടുണ്ട്. തോൽക്കാനുള്ള വിധി CPMനാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ CPM കല്ലിന്മേൽ കല്ലവശേഷിക്കാതെ അവസാനിക്കുമെന്നും സകല CPMകാരും പെട്ടെന്ന് ചാടി BJP കപ്പലിലേക്ക് കയറുമെന്നുമാണ് റിപ്പോർട്ടുകൾ. എന്തായാലും മോദിയും അമിത്ഷായും വലിയ പ്രതീക്ഷയോടുകൂടി ഭരണം പിടിക്കാനല്ല, കേരളത്തിൽ മാറ്റം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് അവർ നാടകീയമായി പെരുന്നാളിനും ഈസ്റ്ററിനും ദുഃഖവെള്ളിക്കും വിഷുവിനും ഒക്കെ ഇടയ്ക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അധിക സമയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊടുക്കാതെ മുമ്പോട്ട് പോകുന്നത്.